ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നിങ്ങളുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. നോർമലി നമ്മുടെ എഡ്യൂക്കേറ്റർ ലേണിംഗ് എന്ന് പറഞ്ഞ ചാനലിലൂടെ നമ്മൾ കൂടുതലും ഇതുവരെ ഡെലിവറി ചെയ്തിട്ടുള്ളത് എൻട്രൻസിന്റെ കണ്ടന്റുകളാണ്. അതുപോലെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ന്യൂസുകൾ, അപ്ഡേറ്റ്സുകളൊക്കെ ആയിരുന്നു. അതുപോലെ അതിന്റെ മോട്ടിവേഷൻസ്, സജഷൻസ്, സ്റ്റഡി പാറ്റേൺസ്, കാര്യങ്ങളൊക്കെ ആയിരുന്നു, സ്റ്റഡി പ്ലാനുകളൊക്കെ ആയിരുന്നു നമ്മുടെ ചാനലിലൂടെ തന്നിരുന്നത്. ആക്ച്വലി ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ +2 കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബോർഡ് എക്സാം അടുത്ത് വരികയാണ്. എസ്പെഷ്യലി നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ മാർച്ച് 5-ാം തീയതിയാണ് നിങ്ങളുടെ ഫിസിക്സിന്റെ ബോർഡ് എക്സാം വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്സാപ്പ് ചാനലില്, ഒഫീഷ്യൽ വാട്സാപ്പ് ചാനലില്, വാട്സാപ്പ് നമ്പറിലേക്ക് കുറച്ച് മെസ്സേജുകൾ വരികയും എനിക്ക് തോന്നി. അപ്പൊ ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതല്ല, നമുക്ക് ഇതിന്റെ ഒരു അനലിറ്റിക്സ് ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, കറന്റ്ലി +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സസ് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യുന്നവരും നമ്മുടെ ക്ലാസ്സസ് കാണുന്നുണ്ട്. പക്ഷെ ഒരു നല്ല മെജോറിറ്റി സ്റ്റുഡൻസ് കറന്റ്ലി +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പൊ ഇവര് നമ്മളോട് പേഴ്സണലി സജസ്റ്റ് ചെയ്യുകയും വാട്സാപ്പിലൊക്കെ ചോദിക്കുകയും ചെയ്തു, സാറേ നിങ്ങൾ എൻട്രൻസ് ക്ലാസ്സിനെ മാത്രമാണോ സപ്പോർട്ട് ചെയ്യുന്നത്, ബോർഡ് എക്സാമിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. ആക്ച്വലി ഞങ്ങൾ ആദ്യം എൻട്രൻസിൽ തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ ഈ ഒരു ചോദ്യം വന്നപ്പോൾ നമ്മൾ ആലോചിച്ചു, നമ്മളെ കൊണ്ട് പറ്റും വിധം നിങ്ങളുടെ ബോർഡ് എക്സാമിനൂടെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ റൈറ്റ് നൗ ഞാൻ ക്ലാസ് ഒന്നും എടുക്കാനായിട്ടല്ല വന്നത്. നിങ്ങൾ തമ്പനെയിലിൽ കണ്ടതുപോലെ ഈ വരുന്ന 2025 മാർച്ചിൽ നടക്കാൻ പോകുന്ന നിങ്ങളുടെ ബോർഡ് എക്സാമിന് നമ്മൾക്ക് ഫിസിക്സിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഏതൊക്കെ രീതിയിൽ പഠിക്കാം എന്ന ഒരു സജഷൻ ആണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത്. പെട്ടെന്ന് വീഡിയോ നമുക്ക് തീർക്കാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ 1-2 കാര്യങ്ങളോട് നിങ്ങളോടൊന്ന് പെട്ടെന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് വന്ന മെസ്സേജിൽ എനിക്ക് 1-2 മെസ്സേജുകൾ, എനിക്ക് അത് വളരെ രസകരവും എന്നാൽ അതിന്റെ അപ്പുറം ഒരു സമയം കഴിഞ്ഞ് ഞാനത് ആലോചിച്ചപ്പോൾ എനിക്ക് നല്ല വിഷമവും തോന്നിയ 1-2 മെസ്സേജ് ഉണ്ട്. വേറൊന്നുമല്ല, ഈ വരുന്ന എക്സാമിന് മാർച്ചിൽ നടക്കാൻ പോകുന്ന ഫിസിക്സ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാമോ എന്ന് വരെ ചോദിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ശീലം നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്ന പോലൊരു ഇതെനിക്ക് തോന്നി. ആക്ച്വലി മക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പം ഈ 2025 മാർച്ചില് ഫിസിക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ ഈസി ആയിട്ട് പറയാം, ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഏത് ടോപ്പിക്കാണ് കൃത്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 90% ആക്യുറസിക്ക് മുകളിൽ, മേ ബി 100% ചെയ്യുന്നവർ കാണും, എനിക്കറിയത്തില്ല. പക്ഷെ ഒരു 90%-നും മുകളിലേക്ക് ആക്യുറസി, അതായത് നിങ്ങളൊരു 100 മാർക്കിന്റെ പരീക്ഷ എഴുതുവാണെങ്കിൽ 90-ന് മുകളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആസ് എ ടീച്ചർ എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ഒരു എക്സാമും നിങ്ങൾ പ്രഡിക്ഷന്റെ പുറത്ത് പോയി എഴുതരുത്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, നിങ്ങളോട് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയണം, ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. ഒരിക്കലും ഞാൻ പ്രഡിക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ആസ് എ ടീച്ചർ നമ്മൾക്ക് പഠിപ്പിക്കാനാണ് ഇഷ്ടം. അതായത് കണ്ടന്റ് മര്യാദയ്ക്ക് പഠിപ്പിക്കുക, NCERT-യിലുള്ള കാര്യങ്ങൾ മൊത്തം നിങ്ങളെ നന്നായി പഠിപ്പിക്കുക, അത് നമ്മളുടെ പാഷനാണ്. പക്ഷെ ക്വസ്റ്റ്യൻ പ്രൊഡിക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ അതേപോലെ ചോദിച്ചിട്ട് അതിൽ ഞാൻ അങ്ങോട്ട് ഊറ്റം കൊള്ളുക എന്നൊക്കെ പറയുന്ന സംഭവത്തിലേക്ക് പോകാൻ ജന്മത്ത് ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. സോ ക്വസ്റ്റ്യന്റെ പ്രൊഡിക്ഷന് വേണ്ടി വീഡിയോ കാണുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഈ ക്ലാസ്സിൽ ഇപ്പൊ റൈറ്റ് നൗ ഇരിപ്പുണ്ടെങ്കിൽ, അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, സ്നേഹം കൊണ്ട് പറയുന്നതാണ്, പ്രൊഡിക്ഷൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാം. അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല, അത് നമ്മുടെ ഫ്യൂച്ചറിന് നല്ലതല്ല. ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ അല്ല നമുക്ക് വേണ്ടത്. സത്യത്തിൽ ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്യുന്ന വേറെ ചാനലുകളും വേറെ സ്ഥാപനങ്ങളും ഉണ്ട്. എനിക്കറിയില്ല, മറ്റു സ്ഥാപനങ്ങളെ പറ്റിയോ മറ്റു ചാനലുകളെ പറ്റിയോ ചിന്തിക്കാറുമില്ല, ആലോചിക്കാറുമില്ല. അതിനെപ്പറ്റി പറയാനും അങ്ങനെ ഒരു യുദ്ധത്തിനൊന്നും പുറപ്പെട്ടതല്ല. നമ്മൾ നമ്മുടെ പഠിപ്പിക്കാനുള്ള പാഷൻ കൊണ്ടാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും കുട്ടികളെ നമ്മളാലാവുന്ന സപ്പോർട്ട് തരുന്നതും. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, +2-ലെ ബോർഡ് എക്സാം നിങ്ങൾ പ്രഡിക്ഷന്റെ പുറത്ത് പോയി എഴുതിയെന്ന് വിചാരിക്കുക. ഈ +2 കഴിഞ്ഞിട്ട് ആരെന്ത് പ്രൊഡിക്റ്റ് ചെയ്ത് തരും? +2 കഴിഞ്ഞിട്ട് എന്താ പഠിക്കണ്ടേ? +2 കൊണ്ട് നിങ്ങൾ പഠിത്തം നിർത്തുവാണോ? +2 കൊണ്ട് പഠിത്തം നിർത്തുകയാണ് സാർ, +2-ലെ മാർക്ക് വെച്ചിട്ട് ഞാൻ ഗൾഫിൽ പോവുകയാണ് സാർ, +2 വെച്ചിട്ട് ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു സാർ എന്നുറപ്പുള്ളവർ എന്നെ പേഴ്സണലി ഞാൻ പ്രഡിക്റ്റ് ചെയ്ത് തരാം. അപ്പൊ +2 കൊണ്ട് നിങ്ങളുടെ ഭാവിക്കെങ്കിലും ഗുണമുണ്ടല്ലോ എന്ന് വിചാരിക്കാം.
ഞാൻ അവർക്ക് പ്രഡിക്ഷൻ തരാം. പക്ഷെ അല്ലാതെ +2 കഴിഞ്ഞിട്ട് ഇതിനപ്പുറത്തേക്ക് ഞാനൊരു ഡിഗ്രി കോഴ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സാർ, എനിക്ക് MBBS പോകണം, എനിക്ക് NDA എക്സാം എഴുതണം, എനിക്ക് എഞ്ചിനീയറിംഗ് കോഴ്സിന് ജോയിൻ ചെയ്യണം, എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റാ സയൻസും പഠിക്കണം, ഈ സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തി, ഇതൊന്നും മാത്രമല്ല ഒരുപാട് വേറെ കോഴ്സുകളുണ്ട്. അങ്ങനെ എനിക്ക് ലോ പഠിക്കണം, എനിക്ക് UPSC എക്സാം എഴുതണം, എനിക്കൊരു സിവിൽ സർവന്റ് ആവണം, ഈ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ +1 +2 പ്രഡിക്ഷന്റെ പിന്നാലെ അല്ല പോകേണ്ടത്. അത് കഴിഞ്ഞ് അതിന്റെ അപ്പുറത്തെ ഒരു എക്സാമിന് ആരെങ്കിലും പ്രഡിക്ട് ചെയ്ത് തരുമോ? ഒരു എൻട്രൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ? ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സിവിൽ സർവീസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും പ്രഡിക്ട് ചെയ്യാൻ പറ്റുമോ? NDAക്ക് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും പ്രഡിക്ട് ചെയ്യാൻ, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആർക്കെങ്കിലും പ്രഡിക്ട് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇനി അതും പറയും, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റും, ഓൾമോസ്റ്റ് ഇതൊക്കെ പറയാം. പക്ഷെ ഇതൊക്കെ നമ്മളുടെ ഊഹാപോഹങ്ങളാണ് ഈ പ്രഡിക്ഷൻ. ക്വസ്റ്റ്യൻ പേപ്പർ മാറി മറിഞ്ഞാലോ? CBSE ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കൂ, ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിയൊരു ഫ്യൂച്ചർ കാണാൻ, പുതിയൊരു കോഴ്സ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ പ്രഡിക്ഷൻ കൊണ്ടൊന്നും നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല. അപ്പൊ എന്നാൽ ആ സമയത്ത് ഞാൻ അങ്ങ് പഠിച്ചു തുടങ്ങാം? അല്ല. പഠനം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. 1ാം ക്ലാസ്സിൽ പഠിച്ചു, 2ാം ക്ലാസ്സിൽ പഠിച്ചു, 8ാം ക്ലാസ്സിൽ പഠിച്ചു, പിന്നെ 10ൽ പഠിച്ചു, പിന്നെ +1ഉം +2ഉം പഠിച്ച് ആ ഒരു ഇത് കിട്ടി വേണം അങ്ങോട്ട് പോകാൻ. കാണാതെ പഠിച്ചു വന്നേച്ച് +1 +2 വന്ന് കിടന്ന് 10 വരെ കാണാതെ പഠിക്കും. അത് കഴിഞ്ഞ് +1 +2 വന്ന് കിടന്ന് നമ്മൾ പെടാപ്പാട് പെടുകയാണ്. അപ്പോഴത്തേക്ക് പ്രഡിക്ഷൻ വരുന്നു, അതും കാണാതെ പഠിക്കുന്നു, എന്നിട്ട് ഡിഗ്രിക്ക് പോയിട്ട് എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് എന്റെ പേഴ്സണൽ സജഷൻ ആണ്, നിങ്ങൾ ഒരു കാരണവശാലും പ്രഡിക്ഷൻ ഒക്കെ വേണം, പ്രഡിക്ഷൻ ഒന്നും വേണ്ടെന്നല്ല. നമുക്കിപ്പം ഉദാഹരണത്തിന് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് കണ്ണും പൂട്ടി പറയാം, കുളംസ് ലോയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് കണ്ണും പൂട്ടി പറയാം, ഗോസസ് തിയറം ചോദിക്കാം. ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ 4 വർഷം ഇതൊക്കെ തന്നെ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് വലിയ പ്രഡിക്ഷനും വലിയ കഴിവൊന്നും അല്ല, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പറയാവുന്നതാണ്. പക്ഷേ മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രമല്ല പഠിച്ചിട്ട് പോകേണ്ടത്. എനിക്ക് പ്രഡിക്ട് ചെയ്യാൻ താല്പര്യമില്ല, ഞാനിതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ഈ 2 ടോപ്പിക്കുകൾ. നിങ്ങൾ ഒരിക്കലും ആ ടോപ്പിക്ക് മാത്രം പഠിച്ചിട്ട് പോകരുത്. നിങ്ങളുടെ +1 +2 2 വർഷം നിങ്ങൾ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തത്? നിങ്ങൾ ആ 2 വർഷം സ്പെൻഡ് ചെയ്തത് നിങ്ങളുടെ ഇന്റലിജൻസ് കൂട്ടാനും ആ സബ്ജക്റ്റിലുള്ള കാര്യം പറയാൻ. ഇപ്പൊ ഗോസസ് തിയറം വരുന്നു എന്ന് നമ്മൾ അങ്ങോട്ട് കണ്ണും പൂട്ടി പറയുന്നു, നിങ്ങൾ അത് കാണാതെ പഠിക്കുന്നു. ഈ ഗോസസ് എന്ന് പറഞ്ഞാൽ ആ സയന്റിസ്റ്റ് ആരാന്ന് പോലും ആർക്കും അറിയത്തില്ല. എന്തൊക്കെയോ കുറെ കാണാൻ പഠിക്കുന്നു, എക്സാമിന് വരുന്നു, കാണാതെ അതുപോലെ അങ്ങോട്ട് എഴുതി വെക്കുന്നു, ഫുൾ A+ വാങ്ങുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഒരു ഡിഗ്രി കോഴ്സിലേക്ക് എത്തുമ്പോഴോ നമ്മൾ അവിടെ പോയി പെടുകയാണ് ചെയ്യുന്നത്. അത് പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഫിസിക്സിന്റെ ബോർഡ് എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ പിക്ക് ചെയ്യുക, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇത് മാത്രം പഠിച്ചിട്ട് പോകണം എന്ന് പറയുന്നതിനോടാണ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. പിന്നെ അതിന് വേറൊരു കാരണമുണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസിന്റെ ബോർഡ് എക്സാമിന്റെ ക്വാളിറ്റി അത്രയും താഴോട്ട് പോകുന്നു എന്ന ഒരു കൺസേൺ ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ടല്ലേ നമുക്ക് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു കാരണവശാലും ഒരു എക്സാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് പോകരുതെന്നാണ് എന്റെ സജഷൻ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക, ഏതൊക്കെ ടോപ്പിക്ക് കിടപ്പുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. കുളംസ് ലോ ഡയറക്റ്റ് ചോദിക്കാതെ അതിന് ഇൻ ബിറ്റ്വീൻ ഒരു മീഡിയം വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടി ചോദിക്കാം. അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡൈപോള്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഡൈപോളിനകത്തുനിന്ന് വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. വേണമെങ്കിൽ അവർക്ക് ഡൈപോളിന്റെ അവിടുത്തെ ടോർക്ക് കാണാനുള്ള കോൺസെപ്റ്റ് ചോദിക്കാം, അവിടുത്തെ വർക്ക് ഡൺ കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് കിടക്കുന്നു. ആകെ ഒരു ഗോസസ് ലോയും ഉണ്ട്, ഒരു കുളംസ് ലോയും ഉണ്ട്. ഓക്കെ, ആയിക്കോട്ടെ, നമുക്കത് പഠിക്കണം, നമുക്ക് അതിന്റെ മാർക്ക് വേണം, വേണ്ടെന്നല്ല, ഉറപ്പായിട്ട് നിങ്ങൾ അത് പഠിക്കണം. പക്ഷെ എന്തും വേണം, മറ്റ് ടോപ്പിക്കുകളിലൂടെ പഠിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ പോകുക. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രഡിക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന 2 ദോഷം. ഒന്നെന്ന് പറയുന്നത്, അപ്പൊ നമ്മളില്ല കാണാതെ പഠിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു ദോഷം. രണ്ടാമത്തെ ദോഷം എന്ന് പറയുന്നത്, ഇതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിന് ഒരു ഗുണവുമില്ല. നിങ്ങളുടെ 2 വർഷം നിങ്ങൾ നശിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് കഴിഞ്ഞിട്ടൊരു ഹയർ സ്റ്റഡീസ് വരുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് മക്കളെ, പ്രഡിക്ഷൻ അല്ല, പഠനമാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങളുടെ എക്സാമിന്റെ പാറ്റേൺ നിങ്ങൾക്കറിയാം, 2 മണിക്കൂറാണ്, അതിൽ 60 ക്വസ്റ്റ്യൻ ഉണ്ട്, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. ഈ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം എന്തിന് യൂസ് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾക്കറിയാം, അതിൽ നിങ്ങൾക്ക് ഓപ്ഷനുകളുണ്ട്. ഇപ്പൊ ആദ്യം 7 ക്വസ്റ്റ്യൻ വരുന്നു, അതിൽ 5 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ അതിൽ ഏതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ടൈമാണ് ഇതൊക്കെ. അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ഇതിനൊക്കെ ഉള്ളൊരു ടൈമാണ്. വളരെ കൂളായിട്ടിരുന്ന് നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ എക്സാമിനെ ഒന്ന് പ്ലാൻ ചെയ്യാം.
അതിന് ഈ സമയം ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന 2 മണിക്കൂർ മാക്സിമം സ്കോറിലേക്ക് എത്തിക്കാനുള്ള പണി നിങ്ങൾ ചെയ്യണം. പക്ഷെ ഞാൻ പറഞ്ഞു, അതൊരു കാണാതെ പഠിത്തമല്ല, മനസ്സിലാക്കി പഠനമായിരിക്കണം. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി വരാം. ഇപ്പം 2024 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം, 1 തൊട്ട് 7 വരെയുള്ള ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. 5 എണ്ണം ചെയ്താൽ മതി. അത് MCQ ടൈപ്പ് ആവാൻ, ട്രൂ ഓർ ഫോൾസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ യൂണിറ്റ് കാണാനും അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. SI യൂണിറ്റ് കാണാൻ ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. 8 തൊട്ട് 14 വരെയും 5 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഷോർട്ട് ആൻസർ ആണ്. അത് കുറച്ചുകൂടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഇത് 1 മാർക്കിന്റെ ആയിരുന്നു, ഇത് 2 മാർക്കിന്റെ. അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾ എഴുതേണ്ടി വരും. അതുപോലെ സ്ലൈറ്റ്ലി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കാം. സിമ്പിൾ ഡെറിവേഷൻ, ചെറിയ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കാണാറ്. 15 തൊട്ട് 21 വരെ വരുന്നതിൽ ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഷോർട്ട് ആൻസർ ടൈപ്പ് 2, ഇൻവോൾവ് മോഡറേറ്റ് ഡെറിവേഷൻ, ന്യൂമറിക്കൽസ് ആൻഡ് ഡീറ്റെയിൽ ആൻസറിങ് കുറച്ചുകൂടെ കൂടണം. കാര്യം എന്താ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ വരുന്നത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന്റെ ലെങ്ത് അനുസരിച്ച് ഉറപ്പായിട്ടും നിങ്ങളുടെ എഴുത്തിന്റെ ലെങ്തും നിങ്ങളുടെ അറിവിന്റെ മാക്സിമം. ഇപ്പം 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വളരെ ഡീറ്റെയിലിംഗ് ആയിരിക്കണം. അതുപോലെ പിക്ചർ ഉണ്ടെങ്കിൽ അത് വരയ്ക്കണം. അതുപോലെ എഴുത്ത് ലെജിബിൾ ആയിരിക്കണം. വരയ്ക്കുന്നതിന് കുറച്ച് ഭംഗി വേണം. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്ത് പോകാമെങ്കിൽ. കാര്യം നമ്മുടെ ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചെറിയ ഉഴപ്പ് കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ സ്കൂളിലെ ചില ടീച്ചേഴ്സ് നമ്മളെ ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങളൊരു ഫൈനൽ എക്സാം എഴുതി നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുന്ന ഒരു ടീച്ചറിനെ സംബന്ധിച്ച് ഈ ആൻസർ ഷീറ്റ് ഏത് വ്യക്തിയുടെയാണെന്ന് അവർക്കറിയില്ല. അവരുടെ മുമ്പിൽ ആ ആൻസർ ഷീറ്റ് നിങ്ങളുടെ റോൾ നമ്പരും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരാണെന്ന് പോലും അവർക്കറിയില്ല. അപ്പൊ അത് നിങ്ങളുടെ ആ പർട്ടിക്കുലർ ആൻസർ ഷീറ്റിനെയാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിനെ അല്ല. അപ്പൊ ആ ആൻസർ ഷീറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ആൻസർ ഷീറ്റ് എത്ര ഭംഗിയാക്കാം എന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ചാപ്റ്റർ വൈസ് അനാലിസിസ് നടത്തിയാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഫീൽഡ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇത് ഇത്രയും പോർഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ എനിക്ക് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, വേണമെങ്കിൽ നമുക്ക് ഗോസസ് ലോ പഠിച്ചോ, മക്കളെ കുളംസ് ലോ പഠിച്ചോ, അല്ല, അങ്ങനല്ല. നിങ്ങൾ ഇതിനേക്കാളും ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. പക്ഷെ ഈ അവസാന നിമിഷം, ഇനിയും മാർച്ച് 5 എത്ര ദിവസമുണ്ട്, വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. അപ്പൊ ഈ അവസാന നിമിഷം നിങ്ങൾ എന്തായാലും ഇത് ഇത്രയും പഠിച്ചിരിക്കണം. ഈ ടോപ്പിക്കുകളൊന്നും ഞാൻ ലൈൻ ബൈ ലൈൻ വായിക്കുന്നില്ല. നിങ്ങൾക്ക് പോസ് ചെയ്യാം, പോസ് ചെയ്തിട്ട് ഈ ടോപ്പിക്കുകൾ നോക്കാം. ഇത്രയും ടോപ്പിക്കുകൾ പഠിക്കണം. പ്ലസ് ഇതുവരെ ഈ 2 ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടില്ല. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പം ഇലക്ട്രിക് ഡൈപോളിൽ നിന്ന് ടോർക്കും വർക്ക് ഡണ്ണും ഒന്നും ചോദിച്ച് കണ്ടില്ല. എന്തേ, നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ? നമ്മളിത് പഠിക്കണം. ആൻഡ് ഓൾസോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു എൻട്രൻസൂടെ ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, ഞാൻ പറഞ്ഞു നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ ചാനലിലേക്ക് എത്തുന്ന കുട്ടികളെ. നമ്മുടെ ചാനലിൽ എൻട്രൻസ് കണ്ടന്റ് ആണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ട കുട്ടികളെ തന്നെയാണ് ബോർഡ് എക്സാമിനെ പറ്റി നമ്മളോട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ എൻട്രൻസൂടെ ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റും എന്തായാലും പഠിച്ചിരിക്കണം. കാര്യം നിങ്ങൾക്ക് അത് ഗുണകരമാകും. ഓക്കെ, ഇത് നമുക്ക് ഏറ്റവും വെയിറ്റേജ് കൊടുക്കാവുന്ന ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇത് മാത്രമല്ല പഠിക്കേണ്ടത്, അത് പഠിക്കണം. ഇത് കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. കുളംസ് ലോ എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേറ്റ്മെന്റ് ചുമ്മാ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എല്ലാവർക്കും അറിയാൻ സാധനം. സ്റ്റേറ്റ്മെന്റ് ചുമ്മാതെ കാണാൻ പഠിക്കുക മാത്രമല്ല, അതിന്റെ 2 പ്രോബ്ലം കൂടി ചെയ്ത് നോക്കി നമ്മളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ്. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറയാനല്ല. ഈ ക്വസ്റ്റ്യൻ റൈറ്റ് നൗ ഈ വീഡിയോ കാണുന്ന കുട്ടിക്ക് വെറും നേരം പോക്ക് ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇത് മാറരുത്. ഈ വീഡിയോ കാണുന്ന കുട്ടിയെ സംബന്ധിച്ച് അവന് ഇതൊരു എക്സാം കൂടെ ആയിക്കോട്ടെ എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്ത് താങ്ങിയത്. ഇവിടെ റൈറ്റ് നൗ നിങ്ങൾക്ക് ഇത് പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ട് ഈ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് ചെയ്തുകൂടെ? ഇത് ഞാനിപ്പോ എല്ലാം ഒന്നും പറയാൻ നിൽക്കുന്നില്ല. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്, Φ ഈസ് ഈക്വൽ ടു E ഡോട്ട് എ. E എന്ന് പറഞ്ഞാൽ E ഈസ് ഈക്വൽ ടു F/Q. F ഫോഴ്സ് ആണ്, ന്യൂട്ടൺ, ബൈ Q ആണ്, അപ്പൊ കുളമ്പ് അല്ലെ, ഇൻറ്റു ഏരിയ ആണ്, മീറ്റർ സ്ക്വയർ. അപ്പൊ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളമ്പ്. ആൻസർ ഈസ് ഓപ്ഷൻ 3, ഓപ്ഷൻ സി. കണ്ടോ, ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് പഠിച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കോൺസെപ്റ്റ് ആണ് ചോദിച്ചത്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫോഴ്സ് ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് കുളംസ് ലോ ആണ്. അപ്പൊ നമുക്കറിയാണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. അപ്പം വാട്ട് ഈസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ, ജസ്റ്റ് ഇലക്ട്രിക് ഡൈപോൾ എന്താന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. അല്ലാതെ അതിന്റെ വർക്ക് ഡൺ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഇലക്ട്രിക് ഡൈപോൾ പഠിക്കുമ്പോൾ നിങ്ങൾ അത് മൊത്തം പഠിക്കുക. അതിന്റെ ആക്സിൽ ലൈനിലെ ഇക്വേഷൻ പഠിക്കുക. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇവിടെ ആക്സിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വിറ്റോറിയൽ ഉണ്ട്, ജനറൽ പോയിന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോകണം. അല്ലാതെ ഏതെങ്കിലും ഒരു സാധനം ചുമ്മാതെ കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്. 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതൊരു എക്സാം ആയിട്ട് ചലഞ്ച് ചെയ്യുക. അതെ, സ്റ്റേറ്റ് ഗോസസ് ലോ. വാട്ട് ഈസ് മീൻ ബൈ ഗോസിയൻ സർഫസ്?
യൂസിങ് ഗോസസ് ലോ ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ്, ഇതൊക്കെ നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന സാധനം തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് നിങ്ങളൊരു എക്സാം ആയിട്ട് കാണുക, ഇതെല്ലാം അറ്റൻഡ് ചെയ്യുക, പ്ലസ് ഉറപ്പായിട്ട് ഞാൻ ഈ തന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിരിക്കണം മക്കളെ. 2021 ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾ ബോർഡ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ മുഴുവൻ ക്വസ്റ്റ്യൻസും, അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് മാത്രം നിങ്ങൾ ഒതുങ്ങാതിരിക്കുക എന്നതാണ്. അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഏരിയാസ്, ഐ മീൻ ഈ ഏരിയ മാത്രമൊന്നുമല്ല ചോദിച്ചേക്കുന്നത്, പക്ഷെ ഈ ടോപ്പിക്കുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതിൽ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രമാണോ നമ്മൾ പഠിക്കേണ്ടത്? ഒരിക്കലുമല്ല. നിങ്ങൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്താണ്, പാരപ്ലേറ്റ് കപ്പാസിറ്റർ, ഈ ഇഫക്ട് ഓഫ് ഡൈ ഇലക്ട്രിക് ഓൺ എ കപ്പാസിറ്റർ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെ ചോദിക്കാത്ത 2 ടോപ്പിക്കുകളാണ് ഇവന്മാര്. പക്ഷെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എൻട്രൻസിന് പഠിക്കുന്ന വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഒരു ബോർഡ് എക്സാമിന് പഠിക്കുന്ന വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഇതെല്ലാം പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജ് എന്താണ്? വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജ് ചുമ്മാ എടുത്ത് വെച്ച് ആഡ് ചെയ്യുന്ന പരിപാടി പൊട്ടൻഷ്യലിന്റെ. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ച് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. അല്ലാതെ വെറുതെ ഒരു കാണാതെ പഠിത്തം ആയി പോകരുത്. 2024, 2023, 22 വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. റൈറ്റ് നൗ നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യന് ഡൗട്ട് ഉണ്ടെങ്കിലോ, ഏതെങ്കിലും ഏരിയയിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. കമന്റ് സെഷനിലേക്ക് പോവുക, നേരെ കമന്റ് ചെയ്യുക. അതിന്റെ വീഡിയോ വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷനും നമ്മളാവുന്ന ഹെൽപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല. 2021 ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആ ചോദിച്ചിരിക്കുന്നത്. എത്ര? 9 സെന്റിമീറ്റർ ഫ്രം ദ പോയിന്റ് ചാർജ്. ഒന്നുമില്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഡിസ്റ്റൻസും ഉണ്ട്, ചാർജും തന്നിട്ടുണ്ട്. ചുമ്മാ എടുത്ത് വെച്ച് അപ്ലൈ ചെയ്താൽ മതി. ഒരു കാര്യമില്ല. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ ചുമ്മാതെ കാണാൻ പഠിച്ചു പോകുന്ന ഒരു വഴിയിലേക്കാവരുത്. കോൺസെപ്റ്റ് മനസ്സിലാക്കി പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഈ എക്സാം ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. കറണ്ട് ഇലക്ട്രിസിറ്റിന്ന് ഇപ്പൊ ഒന്ന് ആലോചിക്കുക. കറണ്ട് ഇലക്ട്രിസിറ്റിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. എനിക്കറിയാം, ഞാനത് ഓഫ്ലൈനിൽ എൻട്രൻസിന് പഠിപ്പിക്കുമ്പോഴും കുട്ടികളോട് ഇങ്ങനെ തമാശക്ക് പറയാറുണ്ട്, നിങ്ങൾ ഇത് മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. ശരിയാണ്. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് അതൊന്നും ഞാൻ പറയുന്നില്ല. ടോപ്പിക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കാം. ടോപ്പിക് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തുണ്ട്, ഇതിലുണ്ട്. നിങ്ങൾക്കറിയാം ഏതാ ടോപ്പിക് എന്ന്. ഒരു ഡെറിവേഷൻ ആണ് അല്ലെ, അത് അതുപോലെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? അല്ല. നമ്മൾ ഉറപ്പായിട്ടും ഒരു കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ് പഠിക്കുന്ന ചാപ്റ്റർ പഠിക്കുന്ന ഒരാൾ ചുമ്മാ ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിക്കണ്ടേ? ഓംസ് ലോ അറിയണ്ടേ? അതൊക്കെ ചോദിക്കണം. ഈ ഓംസ് ലോ, അതുപോലെ ഓംസ് ലോ പഠിക്കാം. എല്ലാവരും ഓംസ് ലോ പഠിക്കും. ഓംസ് ലോയുടെ ലിമിറ്റേഷൻ പഠിക്കൂല. അതോ ലിമിറ്റേഷൻ ഇതുവരെ ചോദിച്ചിട്ടുമില്ല. അതുപോലെ ടെമ്പറേച്ചർ ഡിപെൻഡൻസി ഓഫ് റെസിസ്റ്റിവിറ്റി ഇതുവരെ ചോദിച്ചിട്ടില്ല. സെൽസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. സെൽസ് ഇൻ സീരീസ് പാരലൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളത് പഠിക്കണം. ഇത് എന്റെ ഈ വർഷത്തെ ബോർഡ് എക്സാമിന് ചിലപ്പോൾ ഇതൊന്നും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മളത് പഠിക്കണം. അപ്പൊ ചിലർ ചോദിക്കാൻ ബോർഡ് എക്സാം അത് ചോദിക്കില്ല, പിന്നെ ഞാനെന്തിനാ പഠിക്കുന്നത്? ചോദിച്ചാലും എന്ത് ചെയ്യും? ചോദിക്കില്ല എന്നുള്ള നമ്മുടെ പ്രതീക്ഷയില്ലേ? ചോദിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ പെട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതും പഠിക്കണം. നിങ്ങൾ ഈ മുഴുവൻ ടോപ്പിക്കും പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. റൈറ്റ് നൗ നിങ്ങൾക്ക് പോസ് ചെയ്യാം, ഇത് ചെയ്തു നോക്കാവുന്നതാണ്. മീറ്റർ ബ്രിഡ്ജ് ഒക്കെ വളരെ സിമ്പിൾ ലോജിക് ആണ്. പക്ഷെ ഈ മീറ്റർ ബ്രിഡ്ജ് ഒക്കെ കാണാതെ പഠിക്കേണ്ട ആൾക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനും ഇതിന്റെ ഫിഗറും കാണാതെ പഠിക്കാം. പക്ഷെ ആ കാണാതെ പഠിത്തം കൊണ്ട് കുറച്ച് മാർക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റിലേക്ക് എത്തും. പക്ഷെ നമ്മുടെ ഫ്യൂച്ചർ എവിടെ എത്തും എന്ന് എനിക്കറിയില്ല. സോ കാണാതെ പഠനമല്ല പഠനം, മനസ്സിലാക്കി പഠനമാണ് പഠനം. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് അഗെയിൻ ചോദിച്ചു. അതെ, മീറ്റർ ബ്രിഡ്ജ് ചോദിക്കുന്നു. എന്താ? റെസിസ്റ്റേഴ്സ് അല്ലേ? വിച്ച് ആർ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, സീരീസ് പാരലൽ റെസിസ്റ്റേഴ്സിന്റെ സിമ്പിൾ ലോജിക് ക്വസ്റ്റ്യൻ ആണ്. സോ പൊട്ടൻഷ്യോമീറ്റർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കാവുന്നതാണ്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം നല്ലൊരു ചാപ്റ്റർ ആണ്. ഡയറക്ഷൻ കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, പക്ഷെ അടിപൊളി ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ്. ഇത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ്. മാഗ്നറ്റിക് ഡൈപോള് അല്ലെ, ഫോഴ്സ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതൊക്കെ ബയോട്ട് സവർലോ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതുവരെ ചോദിക്കാത്ത ടോപ്പിക്കുകളാണ് ഇതൊക്കെ. പക്ഷെ ഉറപ്പായിട്ട് നമുക്ക് ഇതിനോട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. പോസ് ചെയ്യുക. ഇത് പ്രീവിയസ് ഇയർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾ ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ഇട്ടത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊരു എക്സാം ടൈം ആയിട്ട് കണ്ടോ.
ബയോട്ട് ലോ ഇത് നിങ്ങൾക്ക് അറിയാവുന്നവരാണ്. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് കാര്യം കണ്ടക്ടർ. ഇതൊക്കെയാണ് ചോദിക്കാറ് മിക്കപ്പോഴും, അല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അല്ലാതെ കാണാതെ പഠിക്കുക എന്നുള്ള ഒരു വഴി പോകാതിരിക്കാൻ ആണ് ശ്രമിക്കേണ്ടതാണ് എന്റെ സജഷൻ. 2023 2022 ഇനിയും ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ +2 ബോർഡ് എക്സാം അതാണ് എന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് കാണുന്നവർക്ക് കാണാൻ പഠിക്കാം, പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻ മാത്രം ചെയ്യാം, എക്സാം എഴുതാം, ഉറപ്പായിട്ട് നിങ്ങൾ ഈസി ആയിട്ട് പാസ്സാവും. പക്ഷെ നമ്മുടെ അതാണോ ഇന്നത്തെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആണോ? ഇല്ല, നമുക്കൊരു മിനിമം ഡിഗ്രി എങ്കിലും ചെയ്യണ്ടേ, അതൊരു നല്ലൊരു കോഴ്സ് ചെയ്യണ്ടേ. ചുമ്മാ ഒരു കോഴ്സ് ചെയ്താൽ മതിയോ? പോരാ, ആ കോഴ്സിന് ശേഷം നമുക്ക് അതിനപ്പുറത്തേക്ക് ഒരു ഫ്യൂച്ചറോട് ഉണ്ടാവണ്ടേ. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ആവണമെങ്കിൽ കാണാതെ പഠനം അല്ല ബ്രെയിൻ ഡെവലപ്പ് ആവാൻ, മനസ്സിലാക്കി പഠനമാണ് നമ്മളെ സഹായിക്കുന്നതെന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നിന്ന് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ നമുക്ക് പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അതില് ഈ ഡയ, പാര, ഫെറോ നമുക്കറിയാം, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൂടുതൽ കൊടുക്കാറ്. പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്, ഇതെല്ലാം 1 by 1 പ്രോപ്പർ ആയിട്ട് പഠിക്കണം. പിന്നെ ഈ എർത്ത് മാഗ്നറ്റിക്സ് ഈ കളർ ചെയ്തേക്കുന്ന നേരത്തെ പൊട്ടൻഷ്യോമീറ്ററും ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ് നൗ അത് നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തതാണ്. അതുപോലെ ബാർ മാഗ്നറ്റ് ആൻഡ് പ്രോപ്പർട്ടി ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ അത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പം ഇത് പ്രഡിക്ഷനിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞാനത് പഠിക്കില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? മാഗ്നറ്റിസം പോലൊരു ചാപ്റ്ററിൽ ബാർ മാഗ്നറ്റും അതിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ആ ചാപ്റ്റർ പഠിച്ചതെന്ന് എനിക്ക് ചോദ്യം. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് പഠിച്ചു പോകേണ്ടതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. യെസ്, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ടോപ്പിക്കുകളാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നിങ്ങൾക്ക് പോസ് ചെയ്യാം. എവിടെയും ഗോസസ് ലോ, എവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇത് ഏത് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നാകുമ്പോൾ പിന്നെ അത് ഏതാണെന്ന് അറിയാമല്ലോ. ആംബിയേഴ്സ് ലോ, ലെൻസസ് ലോ ഒക്കെ പറയുന്നുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഇൻ +2 ആണിത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിക്കാനൊക്കെ രസമാണ്. അതിൽ നമുക്കറിയാം ലോ ഓഫ് EMI, ലെൻസസ് ലോ, ഫാരഡേസ് ലോ, എഡി കറന്റ്, സെൽഫ് ഇൻഡക്ഷൻ, AC ജനറേറ്റർ ഒക്കെ ചോദിച്ചു. പക്ഷെ മോഷണൽ EMF അതുപോലെ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് ടൈപ്പ് ക്വസ്റ്റ്യനും ചോദിച്ച് കണ്ടിട്ടില്ല. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, എസ്പെഷ്യലി ഫോർ നീറ്റ് ആൻഡ് JEE ഒക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ അതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് പഠിച്ച് പോകേണ്ടതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം, പോസ് ചെയ്യുക, ഇതിന്റെ എക്സാം ഒന്ന് എഴുതി നോക്കാം. 2021 ക്വസ്റ്റ്യൻ ആണ്. 2021 ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സ്ക്രീനിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പോസ് ചെയ്യാനുള്ള അവസരമാണ് ഈ തരുന്നത്. യെസ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC, അതും നല്ലൊരു ചാപ്റ്റർ ആണ്, പഠിക്കാൻ വളരെ രസകരമായ ചാപ്റ്റർ ആണ്. പക്ഷെ എല്ലാവരും പ്രഡിക്ട് ചെയ്യുന്ന ടോപ്പിക്കുകളിൽ ഒന്ന് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. പ്രഡിക്ട് ചെയ്യുന്ന ടോപ്പിക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിക്കണമെങ്കിൽ അതിന് മുമ്പത്തെ എല്ലാം പ്രോപ്പർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതായത് നമുക്കറിയാം ഇന്ന ടോപ്പിക്കാണ് ചോദിക്കുന്നത്, നമുക്കറിയാം. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിക്കാൻ തീരുമാനിക്കണമെങ്കിൽ അതിന്റെ മുമ്പത്തെ പല കാര്യങ്ങളുടെ പല സാധനങ്ങളുടെ കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞാലേ ആ ടോപ്പിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ സത്യം. അല്ലാതെ എങ്ങനെ അത് പഠിക്കുന്നേ? കാണാതെ പഠിച്ചിട്ട് അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രഡിക്ഷൻ ഇല്ല, ഇതെല്ലാം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിക്കണം. പ്ലസ് അതിന്റെ കൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്യാവുന്ന പവർ ഫാക്ടർ അല്ലെങ്കിൽ Q ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പവർ എന്നാണ്, AC സർക്യൂട്ട് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവർക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതുവരെ ചോദിച്ചിട്ടില്ലെന്നേ ഉള്ളെങ്കിലും കൊടുക്കുക. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്വിയസ്ലി പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ സ്വന്തം ആള് കിടക്കുന്നു, നമ്മുടെ സ്വന്തം സർക്യൂട്ട് കിടക്കുന്നു. പക്ഷെ ഇതൊക്കെ അറിയണമെങ്കിൽ ഇതിന് മുമ്പത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഇതൊന്ന് പോസ് ചെയ്യുക. ട്രാൻസ്ഫോമർ ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ട്രാൻസ്ഫോമർ മാത്രമല്ല നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് ഊന്നി ഞാൻ പറയുന്നു. 2022 21 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പോസ് ചെയ്യുക, നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നിന്ന് ചോദിച്ചിരിക്കുക മാക്സ്വെൽസ് ഇക്വേഷൻ. ആക്ച്വലി ഇതൊന്നും അങ്ങനെ കൂടുതൽ ചോദിച്ച് കണ്ടേക്കുന്ന ടോപ്പിക് ഇവിടെ കിടപ്പുണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷെ ആ ടോപ്പിക്കും പഠിക്കണം. അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, ബോർഡ് എക്സാമിന് ഇന്ന് വരെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ചോദിച്ചിട്ടും ഇല്ല. അപ്പം ഉറപ്പായിട്ടും ഒരു ബോർഡിന് പഠിക്കുന്ന കുട്ടി ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ പറ്റി അധികം ബോധേഡ് ആവാറില്ല. എൻട്രൻസിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് EM വേവിൽ നിന്ന്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എൻട്രൻസിന് പലതവണ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ എൻട്രൻസിനെ പറ്റി അല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്, ബോർഡിനെ പറ്റിയാണ്. പക്ഷെ ബോർഡ് കഴിഞ്ഞിട്ട് എൻട്രൻസ് എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഞാൻ ഇതും കൂടി പഠിക്കൂ എന്ന് പറയുന്നത്. ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥി, ഞാൻ പറഞ്ഞു, പ്രഡിക്ഷന്റെ പിന്നാലെ പോകണ്ട, നമ്മൾക്ക് പ്രതീക്ഷകളുടെ പിന്നാലെ പോകാം, അതാണ് നല്ലത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നിന്ന് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്യുക. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ അല്ല, അതുകൊണ്ട് നമുക്ക്
പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. സിമ്പിൾ ലോജിക്കലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കുന്നത്. ചെറിയ ചെറിയ ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. റയോട്ടിക്സ് +2 ചാപ്റ്ററിലെ ഏറ്റവും നല്ല ചാപ്റ്റർ ആണിത്. ഏറ്റവും നല്ല ചാപ്റ്റർ, ഏറ്റവും വെയിറ്റേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് റയോട്ടിക്സ്. പക്ഷെ റയോട്ടിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമുക്കറിയാം ഇന്ന ടോപ്പിക് ഒരു 2-3 ടോപ്പിക് ഉണ്ട്, 2-3 ഡെറിവേഷൻ ഉണ്ട്, അതേ ചോദിക്കത്തുള്ളൂ നമുക്കറിയാം. സത്യമായിരിക്കും, ഓൾമോസ്റ്റ് അത് സത്യമാണ്. പക്ഷെ അത് മാത്രം, അതായത് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിക്കണമെങ്കിൽ ഇതിന്റെ മുമ്പത്തെ കൺസെപ്റ്റ് അറിയണ്ടേ? അറിയാതെ എങ്ങനെ? പക്ഷെ അറിയുന്നില്ല പലരും അത് അറിയുന്നില്ല. ഇന്നതാണെന്നും പറഞ്ഞ് തത്തമ്മേ പൂച്ച കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്നു, എഴുതി വെക്കുന്നു, ഫുൾ A+ അടിക്കുന്നു. അത് കഴിഞ്ഞ് അവർ ആ കോൺഫിഡൻസി വീണ്ടും സയൻസ് സബ്ജക്റ്റിലേക്ക് പോകുന്നു, അവിടെ പോയി ഫ്ലോപ്പ് ആവുന്നു, സപ്ലൈ അടിച്ച് ലോക തോൽവിയാവുന്നു. അത് ഞാൻ സപ്ലൈ അടിച്ച മനുഷ്യനാണ്. പക്ഷെ ഞാൻ സപ്ലൈ അടിച്ച എന്റെ കയ്യിലിരിപ്പുണ്ട്. നിങ്ങൾ സപ്ലൈ ഇനിയും വരുന്ന ഫ്യൂച്ചറിലുള്ള കുട്ടികൾ ആ ഒരു ഗതികേടിലേക്ക് പോകുന്നത് ഈ കാണാതെ പഠനമല്ല, മനസ്സിലാക്കി പഠനമാണ് വേണ്ടത് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കി, ഇതുവരെ ചോദിച്ചിട്ടില്ല മിറർ ഫോർമുല, ഇതുവരെ ചോദിച്ചിട്ടില്ല ലെൻസ് ഫോർമുല, അതുപോലെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ഇതൊക്കെ പഠിക്കാതെ ലോ ഓഫ് റിഫ്ലക്ഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നും പറഞ്ഞ് പ്രഡിക്ഷൻ ഉള്ള സാറ് അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് പഠിക്കണ്ട. അല്ല, പഠിക്കണം. ലോ ഓഫ് റിഫ്ലക്ഷനും പഠിച്ചിരിക്കണം, ലോ ഓഫ് റിഫ്ലക്ഷനും പഠിക്കണം, ലോ ഓഫ് റിഫ്രാക്ഷനും പഠിക്കണം, ഇവരെല്ലാം പഠിക്കണം. സ്നെൽസ് ലോ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഇമ്പോർട്ടൻസ് കൊടുക്കും, പക്ഷെ ലെൻസ് ഫോർമുല പഠിക്കത്തില്ല. അതുപോലെ മിറർ ഫോർമുല ആരും കാണാതെ പഠിക്കുന്നില്ല, പകരം പ്രിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, ലോ ഓഫ് റിഫ്ലക്ഷൻ പ്രോപ്പർ ആയിട്ട് അറിയുക, അതിന്റെ പല കോൺസെപ്റ്റുകൾ അറിയുക, ലോ ഓഫ് റിഫ്രാക്ഷൻ പഠിക്കുക. ഇതൊക്കെ വെച്ചിട്ടല്ലേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പ്രിസത്തിന്റെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അവിടെ റിഫ്രാക്ഷൻ, അവിടെ പല കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പൊ അതെല്ലാം കൂട്ടിച്ചേർത്ത് പഠിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത് മൊത്തം നിങ്ങൾ പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ആസ് യൂഷ്വൽ പോസ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യനോ അത് നിങ്ങൾക്ക് പറയാം. 2024 36 നമ്പർ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ സോറി ഇത് 22 ആണല്ലോ, അല്ലെങ്കിൽ 2022 13ാമത്തെ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ട്, താഴെ കമന്റ് ചെയ്തോളൂ. നമ്മളാലാവുന്ന ഹെൽപ്പ് നമ്മൾ ചെയ്തു തരാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയക്കാം, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. 2021 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾമോസ്റ്റ് ഇതെല്ലാം പഠിച്ചിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഒരു ഓർമ്മപ്പെടുത്തലിനും ഒരു അവസാന റൗണ്ട് പ്രിപ്പറേഷൻ എന്ന രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത്. പിന്നെ നമുക്കൊരു അനാലിസിസ് നടത്താമല്ലോ, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. ഉറപ്പായിട്ടും അതറിയണം, അനാലിസിസ് വേണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണം. പ്രഡിക്ഷൻ വേണ്ടെന്നല്ല, പ്രഡിക്ഷൻ വേണം, പക്ഷെ പ്രഡിക്ഷൻ മാത്രമായി പോകരുതെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. സ്ഥാപനങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ എത്തിക്സും കാര്യങ്ങളും ഉണ്ട്, ഓരോ വ്യക്തിക്കും ഓരോ അജണ്ടകളുണ്ട്. പക്ഷെ പ്രഡിക്ഷൻ മാത്രം പ്രതീക്ഷിച്ച് പഠനം കൊണ്ടുപോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ആരെയും കരിവാരത്തേക്കാനോ കുറ്റം പറയാനോ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. വേവ് ഓപ്റ്റിക്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ കിടപ്പുണ്ട്. ഇതിൽ ഒരാളാണ് സ്ഥിരം ക്വസ്റ്റ്യൻ, നിങ്ങൾക്കറിയാം. പക്ഷെ ബ്രൂസ്റ്റേഴ്സ് ലോയും ഡിഫ്രാക്ഷനും പോളറൈസേഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകളാണ്. എന്നാലോചിച്ചേക്ക്, ഈ ടോപ്പിക്ക് ഇതുവരെ പഠിക്കാത്തൊരു കുട്ടി എന്നിട്ട് +2 ഫുൾ മാർക്ക് വാങ്ങി, എന്നിട്ട് അവൻ പോയി BSc ഫിസിക്സ് എടുക്കുന്നു, ബ്രൂസ്റ്റേഴ്സ് ലോ അറിയത്തുമില്ല. ആ അവസ്ഥ, ആ സാഹചര്യം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സോ നിങ്ങൾ ഈ ടോപ്പിക്കുകളെല്ലാം പ്രോപ്പർ ആയിട്ട് പഠിക്കുക, പോസ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട് ഉള്ളത് നമ്മളോട് ചോദിക്കാവുന്നതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യൂസിങ് ഹൈജീൻസ് വേവ് തിയറി പ്രൂവ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, ഡ്യുവൽ നേച്ചറിൽ നിന്ന് ഇതുവരെ ചോദിക്കാത്ത ടോപ്പിക് ആഡ് ഓൺ ചെയ്യാത്തത്, ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. അപ്പം അതില് ഇപ്പൊ ഈ ഡി ബ്രോഗ്ലിയുടെ കോൺസെപ്റ്റ് ഒക്കെ എൻട്രൻസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ നിങ്ങൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എൻട്രൻസിനെ ബേസ് ചെയ്ത് നോക്കിയാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഡ്യുവൽ നേച്ചർ കഴിഞ്ഞ് ആറ്റത്തിലേക്ക് എത്തുന്നു. ആറ്റത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. കാര്യം പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടൈസേഷനും ഡി ബ്രോഗ്ലി എക്സ്പ്ലനേഷൻ ഓഫ് ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ്. സത്യത്തിൽ അതൊക്കെ ഉറപ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിന്റെ ഈ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റുകൾ, ഹൈഡ്രജൻ സ്പെക്ട്രം, അതേപോലെ റൂദർ ആറ്റം മോഡൽ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അതിനനുസരിച്ച് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക.
ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും. 5 വർഷത്തെ ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യണം. പ്ലസ് NCERT എന്തൊക്കെ പഠിക്കാൻ പറയുന്നുണ്ടോ അതെല്ലാം നോക്കുക. ഇതൊക്കെ പിന്നെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ആറ്റം ന്യൂക്ലിയ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ന്യൂക്ലിയയില് ഇതുവരെ ചോദിച്ച് കാണാത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇല്ല ഒന്നും അങ്ങനെ. അതായത് എല്ലാ ഏരിയയിൽ നിന്നും ചോദിച്ചെന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ അതിൽ നിന്ന് ചോദിക്കാത്ത ഏരിയ അധികം കണ്ടിട്ടില്ല. ഈ ഒരു ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിലും നമുക്കറിയാം ഏറ്റവും നല്ല വെയിറ്റേജ് ഉള്ള ടോപ്പിക് ഇതിൽ കിടപ്പുണ്ട്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ എല്ലാ ടോപ്പിക്കുകളും പഠിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയറിൽ നിങ്ങൾ നോക്കിയ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ച് കാണാറുള്ളൂ. യെസ്. ആൻഡ് ഫൈനൽ ചാപ്റ്റർ സെമി കണ്ടക്ടർ. ഈ സെമി കണ്ടക്ടറിൽ നമുക്കറിയാം ഇതിലൊരു സാധനമുണ്ട്, അത് എല്ലാ വർഷവും ചോദിക്കും. പക്ഷെ അത് മാത്രമാണോ പഠിക്കേണ്ടത്? അല്ല. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ മെറ്റീരിയലിന്റെ ക്ലാസിഫിക്കേഷൻ, ഒബ്വിയസ്ലി ലോജിക് ഗേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ ഇതിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഓൾറെഡി സെമി കണ്ടക്ടർ പോലൊരു ചാപ്റ്റർ, ഇപ്പൊ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര വലുതായിരുന്നു. ഇപ്പൊ പല ടോപ്പിക്കുകളും കട്ട് ചെയ്ത് ആ പാവൻ ചാപ്റ്ററിനെ വളരെ ചെറുതാക്കി എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഓൾറെഡി ആ ചാപ്റ്റർ ചെറുതായി, പിന്നെ പ്രഡിക്ഷൻ കൊണ്ട് ആ ചാപ്റ്ററിനെ ഒന്നുകൂടെ ചെറുതാക്കേണ്ട കാര്യമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലോജിക് ഗേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ട് ഇമ്പോർട്ടന്റ് ആണ് ലോജിക് ഗേറ്റ്സ്. പക്ഷെ ലോജിക് ഗേറ്റ്സ് മാത്രം പഠിച്ചിട്ട് പോകാൻ ഞാൻ ഒരിക്കലും പറയാറില്ല. നമ്മളോട് നമുക്ക് വാട്ട് ഈസ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ആ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്ന ഏരിയ ആണ്. അപ്പൊ അതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ഡയോഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം നിങ്ങളാലാവുന്ന എഫർട്ട് എടുക്കുക. കാണാതെ പഠനം, ഇത് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒന്നും അല്ലല്ലോ വെറുതെ കാണാതെ പഠിച്ചുകൊണ്ട് പോകാൻ. ഇത് സബ്ജക്ട് സയൻസ് ആണ്, നിങ്ങളത് മനസ്സിലാക്കുക. സയൻസ് ആണ്. അപ്പൊ ആ സബ്ജക്റ്റിന്റെ എല്ലാ സത്തും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ സയൻസ് സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ. ഇൻ ഫ്യൂച്ചറിൽ വളരെ വലിയ കരിയറിലേക്ക് പോകേണ്ടവരാണ് നിങ്ങൾ. കാരണം നിങ്ങൾ +2 പഠിക്കുന്ന വർഷം 2025 2025 +2 പഠിക്കുന്ന കുട്ടി, ഞാൻ +2 ബോർഡ് എക്സാം എഴുതുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആരും ഇത് കേട്ടിട്ട് എന്റെ പ്രായമൊന്നും കൂട്ടണ്ട, എന്നാലും എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2007 ആണെന്നാണ് എന്റെ വിശ്വാസം. ഞാനൊക്കെ 90s കിഡ്സാ. 90s കിഡ്സ് കറക്റ്റ് 90 1990 ജനിച്ച ഭാഗ്യവാനാണ് ഞാനും. പക്ഷെ അന്ന് 2007 2008 കാലഘട്ടത്തിലാണ് ഞാൻ ബോർഡ് എക്സാം, ആ ഇയറിലാണ് എൻ്റെ ബോർഡ് എക്സാം വരുന്നത്. അന്ന് ഞാൻ പഠിച്ചത് എന്തോ, അന്ന് ഞങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തോ അത് തന്നെയാണ് ഇങ്ങനെ 2025 2025 ആയത് നമ്മുടെ നാട്ടുകാരും അറിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2025 എത്തി നിൽക്കുന്ന നമ്മൾ മാറേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ കാണാതെ പഠനമൊക്കെ ഒന്ന് ഒഴിവാക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കി NCERT മനസ്സിലാക്കി ആ സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ ഉൾക്കൊണ്ട് പഠിക്കാനുള്ള മനസ്സും കരുത്തും നിങ്ങൾ കാണിക്കുക. അപ്പം നിങ്ങളുടെ ബോർഡ് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളാലാവുന്ന കമന്റുകൾ രേഖപ്പെടുത്തൂ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കൂ. ഓൾ ദ ബെസ്റ്റ്.